കഥാപാത്രമൊന്നുമല്ല, ശരിക്കും പറഞ്ഞാൽ കണ്ണ് നിറച്ച് കണ്ടു കഴിഞ്ഞപ്പോൾ അത് ജീവിതത്തിൻ്റെ രണ്ട് മുഖങ്ങളാണ് കാണിച്ചിരിക്കുന്നത്. സമ്പന്നതയുടെ നാളുകളും വസന്തകാലം, അതുപോലെ ദുരന്ത ജീവിതത്തിൻ്റെ കൈപ്പേറിയ അനുഭവങ്ങൾ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ വൈരുദ്ധ്യമാർന്ന ജീവിത മുഖങ്ങളാണ്. ഒരു വ്യക്തി എത്രത്തോളം മദ്യപാനത്തിന് അഡിക്റ്റായിട്ട് ജീവിതം താറുമാറായി പോകുന്നൊരവസ്ഥ, അത് സമ്പന്നതയിൽ ടോപ്പിൽ നിന്ന് ഡൗണിലേക്ക് വരുന്നൊരവസ്ഥയെ കാണിച്ചിരിക്കുന്നത് ഭയങ്കര ഫീൽ ചെയ്യുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ പല രംഗങ്ങളും ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. പല ജീവിതത്തിൽ നമ്മൾ കാണുന്ന മനുഷ്യർ തന്നെയാണ്. അത് എത്രത്തോളം അതപ്പതിപ്പിക്കുക ഒരു മനുഷ്യൻ ആ രീതിയിലാണ് സ്ക്രിപ്റ്റ് വർക്ക് വന്നിരിക്കുന്നത്. പക്ഷേ അത് തിരിച്ച് വരുന്നുണ്ട് ജീവിതത്തിലൊക്കെ. പ്രത്യേകിച്ച് പാട്ടുകൾ, ഗോപിസുന്ദറിൻ്റെ സംഗീതം, പിന്നെ വിനോദ് നാരായണൻ്റെ സംവിധാനം, പിന്നെ സുനിൽ പണിക്കറിൻ്റെ ആർട്ടിസ്റ്റ്, അതിലുപരി DOP ചെയ്തത് അത് പ്രത്യേകത. സിനു സിദ്ധാർത്ഥ് എന്ന് പറഞ്ഞ നായകൻ, അദ്ദേഹം ഗംഭീരമായിട്ട് ജീവൻ എന്ന കഥാപാത്രത്തിന് ജീവൻ പകർന്നിട്ടുണ്ട്. അദ്ദേഹം തന്നെയാണ് എൻ്റെ DOP ചെയ്തിരിക്കുന്നത്. നിരവധി വർഷങ്ങളായി ഛായാഗ്രഹനായ പുള്ളിയാണ്, സിനുവാണ് ഈ ചിത്രത്തിൽ നായകനായിട്ട് അഭിനയിച്ചിരിക്കുന്നത്. പക്ഷേ നന്നായിട്ട് വേഷം ചെയ്തിട്ടുണ്ട്. നായിക പ്രീതി ക്രിസ്റ്റീന, എനിക്ക് നമുക്ക് മനസ്സിൽ ടച്ച് ചെയ്യുന്ന കുറേ സീൻസ്. എനിക്കിപ്പോഴും അത് ഒരു വിങ്ങൽ മാറിയിട്ടില്ല. നമ്മൾ പല ചിത്രങ്ങൾ കാണുന്നുണ്ടെങ്കിൽ പോലും ജീവിതത്തിൽ അനുഭവിക്കുന്ന ചുറ്റുപാടും നമ്മുടെ മനുഷ്യർ അനുഭവിച്ചിട്ടുള്ള വേദനകൾ കാണുമ്പോൾ തോന്നി ഒരു എത്ര വലിയ കെട്ടിടം ഓഡീഷനായാലും ഈ ഒരു അവസ്ഥ വന്നാൽ എന്ത് ചെയ്യും എന്നുള്ളതിന് തെളിവാണ് ഈ ജീവിതം. ഒരു വാച്ച് ചെയ്യേണ്ട ഒരു മൂവിയാണ്. ആക്ടിങ് എല്ലാ കാര്യങ്ങളും എല്ലാം കൊണ്ടും ആക്ടിങ്ങും ആക്ടിങ് വൈസ് എല്ലാവരുടെയും പിന്നെ ഹീറോ പൊളിച്ചു, ഹീറോയിനാണെങ്കിലും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാവരും അത്യാവശ്യം പ്രൊഫഷണലായിട്ട് തന്നെ ഹാപ്പിയാണ്. ഇത് കുടുംബ പശ്ചാത്തലത്തിലുള്ള സിനിമയാണല്ലോ. അതെ, നമുക്ക് ചുറ്റും എവിടെയെങ്കിലൊക്കെ കണ്ടിട്ടുള്ള ക്യാരക്ടേഴ്സ് തന്നെയാണ്. നല്ല മൂവിയാണ്. ജീവൻ ജസ്റ്റ് കണ്ടു. നല്ല ഇമോഷണൽ ആയിട്ടുള്ള മൂവി. റിയലി എൻജോയ്. ഒരു ഡ്രിങ്ക്സിന് അഡിക്റ്റ് ആയിട്ടുള്ള ഒരാളുടെ എല്ലാ പ്രശ്നങ്ങളും റിവീൽ ചെയ്തിട്ടുണ്ട്. നന്നായിട്ട് സീനും നല്ല സൂപ്പറായിട്ട്. സുനിൽ സാർ നല്ല അടിപൊളിയായിട്ടുണ്ട്. നല്ല ഇഷ്ടപ്പെട്ടു. എല്ലാം നല്ല പെർഫോം ചെയ്തിട്ടുണ്ട്. സൂപ്പർ മൂവി. പ്രേക്ഷകർ പറയട്ടെ എന്നെ കണ്ടിട്ട്. അഭിഭാഷണം ചെയ്ത ആളാണ്. നല്ല മൂവിയാണ്, നല്ല മെസ്സേജുള്ള മൂവിയാണ്. മദ്യപാനികളൊക്കെ ഒന്ന് കണ്ടിരിക്കേണ്ട മൂവിയാണ്. ഞാൻ എന്തായാലും പടങ്ങളും ഇതുപോലെ ഒരുപാട് തിയേറ്റേഴ്സും ഉയർന്നു വരും. ഇത് പറയുന്നത് ആളുകൾ കാണേണ്ട ഒരു മൂവിയാണോ? ആളുകൾക്ക് ഒരു മെസ്സേജ് ഉള്ള സ്റ്റോറിയാണ്. ഫസ്റ്റ് വാച്ചാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കണ്ടിരിക്കാൻ പറ്റും. ഫീൽ ഗുഡ് ഉണ്ട്. പാട്ടുകളൊക്കെ പുതിയ തലമുറയിൽ കേൾക്കേണ്ട പാട്ടുകളാണ്. ഇഷ്ടപ്പെട്ടോ? പാട്ടറിയില്ല. സിനിമയോ നമസ്കാരം. ജീവൻ എന്ന സിനിമ എല്ലാവർക്കും ജീവൻ നൽകുന്നൊരു സിനിമയാണ്. വിനോദ് നാരായണൻ ഗോവിന്ദൻകുട്ടി തിരക്കിലാണെന്ന സിനിമയ്ക്ക് ശേഷം മലയാളത്തിന് സമ്മാനിച്ചൊരു നല്ലൊരു സിനിമയാണ്. അതിലുപരി നമ്മൾ ശരിക്കും സങ്കടം വരുന്നത് നമ്മുടെ സുഹൃത്തുക്കളെ മദ്യപിക്കുന്ന ചില സുഹൃത്തുക്കളുടെ ജീവിതം നമ്മൾ ലൈവായിട്ട് കണ്ടിട്ടുണ്ട്. മദ്യപിച്ച് അവരെ ജീവൻ തന്നെ തകർന്നു പോയ ഇതിലൂടെ ആ നായക കഥാപാത്രമായിട്ട് ഒരു ക്യാമറമാനാണ് ചെയ്തിരിക്കുന്നത്. അതതിനകത്ത് പെർഫോമൻസ് സൂപ്പർ. ഒരു നല്ലൊരു ആക്ടറായിട്ട് ഒരു ചില സീനുണ്ട്. അതായത് ഒരു എന്താ പറയുക, മദ്യപിച്ച് കിടക്കുമ്പോൾ ഒരു പട്ടി വന്നിട്ട് മൂത്രം ഒഴിക്കുന്ന സീനുണ്ട്. അതുകൊണ്ട് നമുക്ക് ശരിക്കും ഭയങ്കരമായിട്ടൊരു ഷോക്കായിപ്പോയി. അതുപോലത്തെ ആ കഥാപാത്രത്തിന് വേണ്ടി എന്ത് ചെയ്യുന്നൊരു നടനായി വന്നിരിക്കുകയാണ് വിനോദ് നാരായണൻ്റെ. ഇനിയും നല്ല നല്ല സിനിമകൾ സമ്മാനിക്കും. പിന്നെ അപ്പ എന്ന തമിഴ് സിനിമകളിൽ വന്ന നായികയുടെ ഗംഭീര പെർഫോമൻസ്, ഡയറക്ഷൻ, ക്യാമറ വർക്ക്, പാട്ട് രണ്ടെണ്ണമുണ്ട്, സൂപ്പറാണ്. ഇതെല്ലാവരും ഒന്ന് കാണേണ്ട പടമാണ് ജീവൻ. മദ്യപാനം ഒഴിവാക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ചില സുഹൃത്തുക്കൾ അടക്കണ്ട. അവരൊക്കെ ഈ സിനിമ കണ്ടു കഴിഞ്ഞാൽ മദ്യപാനം നിർത്തും. കാരണം കുടുംബമാണ് വലുത്. മദ്യപാനമല്ല, കുടുംബമാണ് വലുത്. കണ്ടിരിക്കേണ്ട ഒരു പടം തന്നെയാണ്. കാരണം എന്ന് വെച്ചാൽ ഒരു പുതുമുഖങ്ങളല്ല, ഇത് പുതുമുഖങ്ങളായിട്ട് നമുക്ക് തോന്നില്ല. എല്ലാവരും പെർഫെക്റ്റ് ആക്ടേഴ്സാണ്. ഗംഭീരമായിട്ട് ചെയ്തു. നല്ല പടം. ഞാൻ എങ്ങനെയുണ്ടെന്ന് പറഞ്ഞാൽ നല്ലതാണെന്ന് തോന്നിക്കൊണ്ടാണ് ഇത് ഞാൻ നിർമ്മിക്കാൻ തീരുമാനിച്ചത്. ഞങ്ങളെക്കൊണ്ട് കഴിയുന്ന രീതിയിൽ ചെയ്തിട്ടുണ്ട് എന്നാണ് വിശ്വാസം. എന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു പടം. ബാക്കി പ്രേക്ഷകർ തീരുമാനിക്കട്ടെ ഇനിയുള്ള ദിവസങ്ങളിൽ. എന്തായാലും നന്നായിട്ടുണ്ട് പടം, വളരെ നന്നായിട്ടുണ്ട്. ജീവൻ്റെ ഒരു കാമ്പുള്ള കഥാപാത്രമാണ് ചെയ്തിരിക്കുന്നത്. ഇല്ലായിരുന്നു, പക്ഷേ ചിലയിടത്ത് ലാഗ് ഫീൽ ചെയ്തു. പക്ഷേ കണ്ടിരിക്കാൻ പറ്റുന്ന അനുഭവമാണ്. പിന്നെ പ്രീതി അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ ലാലേട്ടൻ്റെ ചിത്രമായിട്ടുള്ള ഇത്തിമണി ചെയ്യുന്ന നായിക ഉണ്ടായി. അപ്പോൾ ഒരുപാട് നായിക പ്രശംസ ഉണ്ട് സിനിമയിൽ. അപ്പോൾ പുതുമുഖമാണ് അഭിനയിച്ചിരിക്കുന്നത്. കാരണം ഇത് വെള്ളം എന്ന സിനിമയ്ക്ക് ഒരു അടിയായിരിക്കും. കാരണം ജയസൂര്യയുടെ വെള്ളം സിനിമയ്ക്ക് ഒരു ബ്രേക്ക് ത്രൂ
അതൊക്കെ മേലെ ഹിറ്റാവുന്ന സിനിമയാണ്. കാരണം ഇതൊരു അവാർഡിൻ്റെ പരിഗണിക്കുന്ന സിനിമയാണ്. കാരണം സിനിമ എന്ന ആക്ടർ ഇതുപോലെ നല്ല രീതിയിൽ തന്നെ അഭിനയിച്ചിട്ടുണ്ട്. കാരണം അഭിനയിച്ച് പറയുമ്പോൾ സ്ക്രീനിൽ അത് ജീവിച്ചു കാണിച്ചെന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ റോഡുകളിൽ നമ്മൾ ഈ കൽക്കുടിയന്മാരെ കാണുന്ന പോലെ തന്നെയാണ് നടൻ്റെ ജീവന കഥാപാത്രത്തെ നമ്മൾ വിലയിരുത്തി കാണുന്നത്. കാരണം അത്രയ്ക്ക് നല്ല രീതിയിൽ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. നമുക്ക് വലിയൊരു ബോറടി തോന്നുന്നില്ല. കാരണം തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് ഉണ്ട്, സൈക്കോളജിക്കൽ മൂവ്മെൻറ്റിലുള്ള ഒരു പരീക്ഷണ ചിത്രം കൂടിയാണിത്. അപ്പോൾ നല്ല രീതിയിൽ ഡയറക്ടർ ചെയ്തിട്ടുണ്ട്.